കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് വനേതര പ്രവർത്തനങ്ങൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. റോഡ് വികസനത്തിന്റെ ഭാഗമായി വീതി കൂട്ടുന്നതിനും മരം മുറിക്കുന്നതിനും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി തേടിയില്ല എന്നതാണ് ഇതിന് കാരണം. ഇതിൽ പരസ്പരം പഴിചാരുകയാണ് ഇരു മുന്നണികളും. ഗവൺമെന്റ് അധികാരമെടുക്കാതെ ഇത് സർക്കാരിന് വേണ്ടി വാദിക്കുന്ന വക്കീലന്മാരെ ചുമതലപ്പെടുത്തി ഗവൺമെന്റിന്റെ താല്പര്യം ഇന്നതാണ് എന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഗവൺമെന്റ് വക്കീലന്മാരും കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ചീഫ് ജസ്റ്റിസ് അല്ല ആര് വിചാരിച്ചാലും ഈ ജനങ്ങൾക്കെതിരായ ഉത്തരവേ തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കോടതിയല്ല ഇതിൻ്റെ അകത്ത് പ്രതി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം നൽകുന്ന മന്ത്രിമാരും ആ മന്ത്രിമാരുടെ ഉത്തരവ് പാലിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമാണ്. LDF ആവട്ടെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ ഇടപെടലാണ് നിർമ്മാണ പ്രവർത്തികൾ തടസ്സപ്പെടാൻ കാരണമെന്നാണ് ആരോപിക്കുന്നത്. എന്നാൽ റോഡ് കടന്നു പോകുന്ന നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14 കിലോമീറ്റർ മലയാറ്റൂർ ഇടിയറ റിസർവാണെന്ന വനം വകുപ്പ് അഡീഷണൽ സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് CPM നേതാക്കളുടെ പ്രതികരണം ഇതായിരുന്നു. പരിവേഷ് പോർട്ടലിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു അപേക്ഷ കൊടുത്തു. യഥാർത്ഥത്തിൽ MP ഇടപെട്ടാണെന്ന് നൽകിയിട്ടുള്ളതാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ കാര്യമില്ല. കാരണം വനത്തിനകത്ത് റോഡ് നിർമ്മിക്കുന്നതിനോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ മാത്രമാണ് പരിവേഷ് പോർട്ടലിനെ സമീപിക്കേണ്ട കാര്യമുള്ളൂ. ഇത് യഥാർത്ഥമായിട്ട് രാജഭരണകാലം മുതൽ രാജഭരണകാലത്തും പിന്നീട് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും സ്വാഭാവികമായി PWD റോഡായ ഈ റോഡിൽ 100 അടി വീതിയിൽ ഏത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അതിനകത്ത് മരങ്ങൾ മുറിക്കുന്നതിനും എല്ലാം തന്നെ നിയമപരമായ അവകാശങ്ങളുണ്ട്. എന്നാൽ ആ അവകാശങ്ങളെ നിഷേധിക്കുന്ന ഒരു ജനതയെ വരിഞ്ഞു മുറുക്കി കെട്ടാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. UDF 3 പഞ്ചായത്തുകളിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു. LDF അടിമാലി പഞ്ചായത്തിലും ഹർത്താൽ ആചരിച്ചു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ഹർത്താലിന്റെ ഭാഗമായി ഇരു മുന്നണികളുടെയും പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാളറയിൽ ശയന പ്രദർശന സമരം സംഘടിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.